ഒരു വലിയ നഗരത്തിലെ തിരക്കേറിയ തെരുവിൽ സന്തോഷ് ചായക്കട എന്നൊരു ചെറിയ ചായക്കടയുണ്ടായിരുന്നു. സന്തോഷ് എന്ന ചെറുപ്പക്കാരനായിരുന്നു അതിന്റെ ഉടമ. നല്ല രുചിയുള്ള ചായയും ലഘുഭക്ഷണങ്ങളും നൽകിയിരുന്നതുകൊണ്ട് കടയിൽ എന്നും നല്ല തിരക്കായിരുന്നു. എന്നാൽ സന്തോഷിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അയാൾക്ക് അക്ഷമ കുറച്ചു കൂടുതലായിരുന്നു. എന്തു കാര്യത്തിലും പെട്ടെന്ന് തീരുമാനമെടുക്കാനും എല്ലാം വേഗത്തിൽ നടക്കാനും അയാൾ ആഗ്രഹിച്ചു. ഒരു ദിവസം കടയിൽ പതിവില്ലാത്ത തിരക്കായിരുന്നു. ഓർഡറുകൾ കുമിഞ്ഞുകൂടി. സന്തോഷ് പരിഭ്രാന്തനായി. ഓർഡറുകൾ കൊടുക്കുന്നതിലും പണം വാങ്ങുന്നതിലുമെല്ലാം അയാൾക്ക് തെറ്റുകൾ പറ്റിത്തുടങ്ങി. ഉപഭോക്താക്കൾക്ക് ചായ കിട്ടാൻ വൈകിയപ്പോൾ ചിലർ പരാതി പറഞ്ഞു. സന്തോഷ് ദേഷ്യത്തോടെ അവരോട് സംസാരിച്ചു. എനിക്ക് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണം. ഈ പതുക്കെപ്പോക്ക് എനിക്കിഷ്ടമല്ല. അയാൾ തന്റെ സഹായികളോട് ദേഷ്യപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ സന്തോഷിന്റെ കടയിലേക്ക് ഒരു വൃദ്ധൻ വന്നു. സാധാരണയായി ആരും ശ്രദ്ധിക്കാത്ത വളരെ ലളിതമായ വേഷം ധരിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഒരു ചായ ഓർഡർ ചെയ്ത ശേഷം അദ്ദേഹം ഒരു മൂലയിലിരുന്നു. കടയിൽ തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ആ വൃദ്ധന് ചായ കിട്ടാൻ കുറച്ചു വൈകി. സന്തോഷ് തിരക്കിനിടയിൽ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് സന്തോഷ് വൃദ്ധന് ചായ കൊടുത്തു. മാപ്പാക്കണം, കുറച്ചു വൈകിപ്പോയി, സന്തോഷ് തിടുക്കത്തിൽ പറഞ്ഞു. വൃദ്ധൻ പുഞ്ചിരിച്ചു. സാരമില്ല മോനെ, ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും. കാത്തിരുന്നാൽ നല്ല ഫലം കിട്ടും. സന്തോഷ് ആ വാക്കുകൾ കാര്യമാക്കിയില്ല. അയാൾ തന്റെ തിരക്കുകളിലേക്ക് മടങ്ങി. വൃദ്ധൻ ദിവസവും കടയിൽ വരാൻ തുടങ്ങി. എന്നും ഒരു ചായ ഓർഡർ ചെയ്യും. ശാന്തനായി ഇരുന്ന് കുടിക്കും. ഒരിക്കൽ പോലും അയാൾക്ക് ചായ കിട്ടാൻ വൈകിയതിനോ അല്ലെങ്കിൽ തിരക്കിനിടയിൽ സന്തോഷ് കാണിക്കുന്ന അക്ഷമയെക്കുറിച്ചോ പരാതിപ്പെട്ടില്ല. ഒരു ദിവസം സന്തോഷ് വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടു. പുതിയതായി വാങ്ങിയ ചായ ഉണ്ടാക്കുന്ന യന്ത്രം കേടായി. അത് നന്നാക്കാൻ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ ചായ ഉണ്ടാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് സന്തോഷിന് മനസ്സിലായി. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അയാൾ കോപിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അന്ന് രാവിലെ കടയിൽ വന്ന വൃദ്ധൻ സന്തോഷിനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ എന്തോ ഒരു ആശ്വാസം സന്തോഷിന് തോന്നി. വൃദ്ധന്റെ ശാന്തമായ മുഖം കണ്ടപ്പോൾ തന്റെ അക്ഷമ ഒരു പ്രശ്നമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസമെടുത്ത് പുറത്തുവിട്ടു. സാരമില്ല, എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയും, സന്തോഷ് സ്വയം പറഞ്ഞു. അന്ന് അയാൾ പതിയെ എന്നാൽ സൂക്ഷ്മതയോടെ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ ഉപഭോക്താവിനോടും വൈകിയതിന് ക്ഷമ ചോദിച്ചു. സാധാരണഗതിയിൽ ദേഷ്യപ്പെടാറുള്ള ഉപഭോക്താക്കൾ പോലും സന്തോഷിന്റെ ഈ മാറ്റം കണ്ടപ്പോൾ ശാന്തരായി. അന്ന് വൈകുന്നേരം കച്ചവടം അത്ര മികച്ചതല്ലായിരുന്നെങ്കിലും സന്തോഷിന് സമാധാനം തോന്നി. അന്ന് വൈകുന്നേരം വൃദ്ധൻ സന്തോഷിന്റെ അടുത്തു വന്നു. മോൻ ഇന്ന് നന്നായി ചെയ്തു. ചില കാര്യങ്ങൾ വേഗത്തിൽ നടക്കില്ല. ക്ഷമയോടെ കാത്തിരുന്ന് പരിശ്രമിച്ചാൽ ഏറ്റവും മികച്ച ഫലം ലഭിക്കും, വൃദ്ധൻ പറഞ്ഞു. സന്തോഷ് തല കുലുക്കി. അതെ അപ്പാ, ഇന്ന് ഞാൻ അത് പഠിച്ചു. എന്റെ അക്ഷമ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. വൃദ്ധൻ വീണ്ടും പുഞ്ചിരിച്ചു. ക്ഷമ ഒരു മരം നടുന്നത് പോലെയാണ്. നമ്മൾ വിത്ത് നട്ടു, വെള്ളമൊഴിച്ചു, വളമിട്ടു. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് ഒരൊറ്റ രാത്രി കൊണ്ട് വലിയ മരമായി മാറില്ല. അതിന് വളരാൻ സമയം വേണം. ഓരോ ദിവസവും നമ്മൾ അതിനെ പരിപാലിക്കണം. അതുപോലെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. ക്ഷമയോടെ കാത്തിരുന്നാൽ നല്ല ഫലം ഉറപ്പാണ്. അന്നു മുതൽ സന്തോഷ് ഒരു പുതിയ മനുഷ്യനായി മാറി. അയാൾ കൂടുതൽ ക്ഷമയും ശാന്തതയുമുള്ള ഒരാളായി. കാര്യങ്ങൾ വേഗത്തിൽ നടക്കാത്തപ്പോൾ അയാൾക്ക് ദേഷ്യം വരാതായി. പതിയെ പതിയെ അയാളുടെ ചായക്കട കൂടുതൽ പ്രശസ്തമായി. ഉപഭോക്താക്കൾക്ക് സന്തോഷിന്റെ കടയിൽ നിന്ന് ചായ മാത്രമല്ല, മനസ്സമാധാനം കൂടി ലഭിച്ചു. ക്ഷമ എന്നത് കാത്തിരിക്കാനുള്ള കഴിവ് മാത്രമല്ല, കാത്തിരിക്കുമ്പോൾ നല്ല മനോഭാവം നിലനിർത്താനുള്ള കഴിവ് കൂടിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ക്ഷമയോടെയുള്ള സമീപനം നമ്മളെ വിജയത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കും.